നമുക്ക് പലർക്കും ഒത്തിരി ഇഷ്ടമുള്ളതും ചിലരെങ്കിലും അവരുടെ വീടുകളിൽ വളർത്തുന്നതുമായ ചെടികളാണ് സക്കുലന്റ് പ്ലാന്റ്സ്. മരുഭൂമി പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്നത്, എന്നാൽ അധികം പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്തതുമായ ഇത്തരം ചെടികൾ നാം പലരും നമ്മുടെ വീടുകളുടെ അകത്തും പുറത്തുമായിട്ടൊക്കെ വളർത്താറുണ്ട്. എൻ്റെ കയ്യിലുമുണ്ട് കുറച്ചിനം സക്കുലന്റ് പ്ലാന്റ്സ്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 20-ലധികം ഇനങ്ങളുണ്ട് എൻ്റെ അടുത്ത്. നമുക്ക് അവയെ ഒന്ന് പരിചയപ്പെട്ടാലോ? വെൽക്കം ടു ജൈഡ് ഹോം വീഡിയോസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകളെ പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ആദ്യമായിട്ട് പരിചയപ്പെടേണ്ട ചെടിയാണ് ജെയ്ഡ് പ്ലാന്റ് അഥവാ മണി പ്ലാന്റ്. നമ്മുടെ നാട്ടിലെ മണി പ്ലാന്റ് വളർത്തുന്ന പോലെ പലരും ഇതിനെ പണം കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തോടെ വളർത്താറുണ്ട്. ഈ ചെടി നമുക്ക് വീടിൻ്റെ അകത്ത് കുറച്ചെങ്കിലും പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നല്ലപോലെ വളർത്താൻ സാധിക്കും. വളരെ കുറച്ച് മാത്രം പരിചരണം ആവശ്യമുള്ള ഒരു ചെടിയാണിത്. നമുക്ക് ഇതിൻ്റെ ഇലകളിൽ നിന്നും കട്ടിങ്ങുകളിൽ നിന്നും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അടുത്തതായി നാം പരിചയപ്പെടേണ്ട ഒരു സക്കുലന്റ് ചെടിയാണ് മിനിയേച്ചർ ജെയ്ഡ് പ്ലാന്റ്. ആദ്യം കണ്ട ജെയ്ഡ് പ്ലാന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതിന്റെ പേരിൽ മാത്രമേ സാമ്യമുള്ളൂ. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ വീടിനകത്ത് വളർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിന്റെ കട്ടിങ്ങുകളിൽ നിന്നാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ടത്. അതിമനോഹരമായ മറ്റൊരിനം സക്കുലന്റ് പ്ലാന്റ് ആണ് ജെല്ലി ബീൻസ് അഥവാ പോർക്ക് ആൻഡ് ബീൻസ് എന്നറിയപ്പെടുന്ന ചെടി. മുത്തുമണികൾ പോലെ ഭംഗിയുള്ള ഈ ചെടി നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് നല്ലപോലെ വളരും. ചട്ടികളിൽ വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. വളരെ സെൻസിറ്റീവായ ഒരു തരം സക്കുലന്റ് പ്ലാന്റ് ആണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ തൊട്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു വീഴും. ഈ പൊഴിഞ്ഞു വീഴുന്ന മുത്തുമണി പോലുള്ള ഇലകളിൽ നിന്നും ചെറിയ കട്ടിങ്ങുകളിൽ നിന്നും നമുക്ക് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അടുത്ത ഇനം ചെടിയാണ് മിനിയേച്ചർ പൈൻ ട്രീ എന്നറിയപ്പെടുന്ന ചെടി. ഇത് ജെയ്ഡ് പ്ലാന്റിന്റെ ഫാമിലിയിൽപ്പെട്ട ചെടി തന്നെയാണ്. ചെറിയ രീതിയിലെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഇതിനെ വളർത്താൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വീടിനകത്തും പുറത്തുമായിട്ട് വളർത്താം. ഇതിന്റെ കമ്പുകൾ മുറിച്ചെടുത്താണ് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനിയുള്ളത് നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടത് നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ കറ്റാർവാഴ എന്ന മലയാളത്തിൽ അറിയപ്പെടുന്ന അലോവേര പ്ലാന്റ്. ഇതിന്റെ ഗുണഗണങ്ങളൊന്നും പറഞ്ഞ് ഞാൻ വെറുതെ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണിത്. എന്തിനും ഏതിനും ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അലോവേര പ്ലാന്റ്. എൻ്റെ കയ്യിൽ ഇതിന്റെ 2 ഇനം ചെടികളാണുള്ളത്. ഇത് നമുക്ക് ചട്ടികളിലും നിലത്തും വളർത്താൻ പറ്റും. ഇതിന്റെ ചുവട്ടിൽ നിന്ന് കിളുത്തു വരുന്ന ചെറിയ തൈകൾ ഉപയോഗിച്ചിട്ടാണ് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അടുത്ത ഒരു ഇനം സക്കുലന്റ് പ്ലാന്റ് ആണ് ബ്ലൂ പേൾ എന്നറിയപ്പെടുന്ന ചെടി. ഇത് ചട്ടികളിൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിൽ വേണം വളർത്തിയെടുക്കാൻ. അധികം പരിചരണമൊന്നും ആവശ്യമില്ല. ഇതിന്റെ ഇലകളിൽ നിന്നും കട്ടിങ്ങുകളിൽ നിന്നും നമുക്ക് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ചിലർക്കെങ്കിലും പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത മറ്റൊരു ഇനം ചെടിയാണ് മദർ ഓഫ് തൗസൻഡ്സ് എന്ന് പറയുന്ന ചെടി, അതായത് 1000 മക്കളുടെ അമ്മ. ഇത് വീടിന്റെ അകത്ത് വളർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിലും വളർത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിന്റെ എല്ലാ ഭാഗങ്ങളും തന്നെ വിഷാംശമുള്ളതാണ്. ഇതിന്റെ ഇലകളുടെ വക്കിലായിട്ടുണ്ടാകുന്ന ആയിരക്കണക്കിന് കുഞ്ഞു തൈകളാണ് പുതിയ ചെടികളായിട്ട് മാറുന്നത്. നമുക്ക് പരിചയപ്പെടേണ്ട മനോഹരമായ മറ്റൊരിനം ചെടിയാണ് പൗഡർ പഫ് എന്നറിയപ്പെടുന്ന ചെടി. വെള്ളി നിറത്തിലുള്ള തടിച്ച ഇലകളുമായിട്ടുള്ള ഈ ചെടി കാണാൻ നല്ല രസം തന്നെയാണ്. നല്ല പ്രകാശമുള്ളിടത്താണ് ഇതിനെ വളർത്തേണ്ടത്. ഇതിന്റെ ഇലകളിൽ നിന്നും തണ്ടിൽ നിന്നുമാണ് നമ്മൾ പുതിയ ചെടികൾ വളർത്തിയെടുക്കേണ്ടത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നൂലിൽ കോർത്ത ബട്ടണുകൾ പോലെ ഭംഗിയുള്ള മറ്റൊരു ചെടിയാണ്. അതിന്റെ പേര് തന്നെ സ്ട്രിംഗ് ഓഫ് ബട്ടൺസ് എന്നാണ്. ഇതിലെ ഓരോ ഇലകളും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു നൂലിൽ കോർത്തെടുത്ത ബട്ടണുകൾ പോലെ. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിൽ ചട്ടികളിലായിട്ടാണ് ഇതിനെ വളർത്തേണ്ടത്. വീടിന്റെ അകത്ത് വളർത്തി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇലകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടി പോവുകയും അതിന്റെ ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യും. ഇതിന്റെ ഇലകളിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ശിഖരങ്ങളിൽ നിന്നും നമുക്ക് പുതിയ ചെടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ പരിചയപ്പെടേണ്ടത് ആദ്യം പരിചയപ്പെട്ട ജെയ്ഡ് പ്ലാന്റിന്റെ തന്നെ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു ചെടിയാണ്. അതിന്റെ പേര് ഫിംഗർ ജെയ്ഡ്, അതായത് വിരലുകൾ പോലെ നീളമുള്ള ഇലകളുമായിട്ടുള്ള ഒരു ചെടി. നീണ്ട വിരലുകൾ പോലെയുള്ള ഇതിന്റെ ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വീടിന്റെ അകത്തോ പുറത്തോ നമുക്ക് ഇതിനെ വളർത്താൻ സാധിക്കും. ചെറിയ പരിചരണം മാത്രം ആവശ്യമുള്ള ഒരു ഇനം ചെടി കൂടിയാണിത്. കമ്പുകൾ മുറിച്ചാണ് പുതിയ ചെടികൾ വളർത്തിയെടുക്കുന്നത്. കമ്പിളിപ്പുതപ്പിന്റെ ഭംഗിയും ഭാവവും ഉള്ള മറ്റൊരിനം ചെടിയാണ് അടുത്തത്. അതിന്റെ പേര് തന്നെ അങ്ങനെയാണ്, വൂളി റോസ്. പച്ച നിറമുള്ള രോമപ്പുതപ്പണിഞ്ഞ ഈ സുന്ദരിയെ കാണാൻ നല്ല ചന്തം തന്നെയാണ്. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഈ ചെടിയെ പുറത്ത് തന്നെ വളർത്തുന്നതാണ് നല്ലത്. കാര്യമായ പരിചരണമൊന്നും ആവശ്യമില്ല. ഇലകളിൽ നിന്നും കമ്പുകളിൽ നിന്നും നമുക്ക് പുതിയ ചെടികൾ വളർത്തിയെടുക്കാം. വലിയ തവികൾ പോലെ വലുപ്പമുള്ള ഇലകളുമായിട്ട് ഒരിനം ചെടിയാണ് അടുത്തത്, പാഡിൽ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടി. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഈ ചെടി ചട്ടികളിലോ തറയിലോ വളർത്താൻ സാധിക്കും. വളരെ കുറച്ച് മാത്രമേ പരിചരണം ഇതിനാവശ്യമുള്ളൂ. മാംസളമായ ഇലകളുള്ള ഈ ചെടികൾ കമ്പ് മുറിച്ചാണ് നടേണ്ടത്. നമുക്ക്
പലർക്കും പരിചയമുള്ള ഒരു ഇനം ചെടിയാണ് പർപ്പിൾ റോസ് അഥവാ അയോണിയം. അതിമനോഹരമായ വലിയ റോസപ്പൂവിൻ്റെ ഭംഗിയുള്ള ഈ ചെടികൾ പല നിറങ്ങളിൽ കാണാറുണ്ട്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിലാണ് ഇത് വളരുന്നത്. ഇതിൻ്റെ കമ്പ് മുറിച്ചാണ് നട്ടു വളർത്തേണ്ടത്. ഇതിൻ്റെ തന്നെ 2 വ്യത്യസ്ത ഇനങ്ങളാണ് നാം അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തേത് ഗ്രീൻ അയോണിയം എന്നറിയപ്പെടുന്ന പച്ച നിറത്തിലുള്ള ഇലകളോട് കൂടിയിട്ടുള്ള ചെടിയാണിത്. ഇതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് അല്ലേ. അടുത്തൊരു ഇനം ചെടിയാണ് ഈ കാണുന്നത്. ഇതും ഈ അയോണിയം ഫാമിലിയിൽപ്പെട്ട തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ തന്നെ അതിനൊരു പേരിട്ടു, അൺനോൺ അയോണിയം. ഇതിൻ്റെയും കമ്പ് മുറിച്ചിട്ടാണ് നടേണ്ടത്. നല്ല ഭംഗിയുള്ള ചെടിയല്ലേ. ഈ പറഞ്ഞ അയോണിയം കുടുംബത്തിൽ തന്നെ പെട്ട മറ്റൊരു ചെടിയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. കിവി അയോണിയം എന്നറിയപ്പെടുന്ന ചെടി. വലുപ്പത്തിൽ കുള്ളനാണെങ്കിലും കാണാൻ ഭംഗിക്ക് ഒരു കുറവുമില്ല കേട്ടോ. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നല്ല ഭംഗിയായി വളരും. ചട്ടികളിൽ വളർത്തുന്നതാണ് ഉത്തമം. കമ്പ് മുറിച്ച് നട്ട് നമുക്ക് പുതിയ ചെടി വളർത്തിയെടുക്കാം. ഒരു താമരപ്പൂവിൻ്റെ ഭംഗിയും ഭാവവും എല്ലാമുള്ള ഒരു ചെടിയാണ് അടുത്തത്. ബ്ലൂ റോസ് എന്നറിയപ്പെടുന്ന ചെടി. നല്ല കനമുള്ള ഇതളുകൾ വളരെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളാണ് ഇതിനെ വളർത്തേണ്ടത്. തണ്ടിൽ മുളച്ചു വരുന്ന ശിഖരങ്ങൾ മുറിച്ചെടുത്താണ് ഈ പുതിയ ചെടികൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ടത്. മനോഹരമായ ഇലകളും വർഷാവർഷം ഉണ്ടാകുന്ന അതിമനോഹരമായ പുഷ്പങ്ങളും ഉണ്ടാകുന്ന മറ്റൊരു ചെടിയാണ് ലാവൻഡർ സ്കാലപ്സ് എന്ന് പറയുന്ന ചെടി. ഇത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് വളർത്തേണ്ടത്. ചെടിക്ക് ഉയരം കൂടുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തണ്ടിൽ നിന്ന് വേരുകൾ വളർന്നു വന്ന് ചെടിയുടെ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ കമ്പുകൾ മുറിച്ചെടുത്താണ് പുതിയ ചെടികൾ വളർത്തേണ്ടത്. നല്ല ഒന്നാന്തരം വെള്ളി നാണയത്തിൻ്റെ ഭംഗിയും ഭാവമെല്ലാമുള്ള ഇലകളോട് കൂടിയ മറ്റൊരു ചെടിയാണ് അടുത്തത്. സിൽവർ ഡോളർ പ്ലാന്റ് എന്നാണ് അതിൻ്റെ പേര്. ഈ കക്ഷി നമ്മൾ ആദ്യം പരിചയപ്പെട്ട ജേഡ് പ്ലാന്റിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ് കേട്ടോ. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഈ ചെടിക്ക് വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ചട്ടിയിലോ നിലത്തോ വളർത്താം. പുതിയ ചെടി ഉണ്ടാവണമെങ്കിൽ ഇതിൻ്റെ തണ്ട് മുറിച്ചെടുത്തിട്ടാണ് വളർത്തേണ്ടത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടിയുടെ പേരാണ് പിങ്ക് ഐസ്പ്ലാന്റ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടിയുടെ പേരാണ് ടിസ്കാലൻടെങ്കോ ഗോജ് സെഡം. മനോഹരമായ പച്ച ഇലകളോട് കൂടിയിട്ടുള്ള ഈ ചെടി കാണാൻ നല്ല രസമല്ലേ. ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ള ചില ഇൻഡോർ പ്ലാന്റ്സിനെ പരിചയപ്പെട്ടാലോ. ആദ്യമായി പരിചയപ്പെടാൻ പോകുന്നത് ഭാഗ്യലക്ഷണമായ പലരും വീടുകളിൽ വളർത്തുന്ന ചൈനീസ് മണി പ്ലാന്റ് ആണ്. വളരെ സെൻസിറ്റീവായ ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഇലകളുടെ ഭംഗിയൊന്നും വേറെ തന്നെയാണല്ലേ. വീടിനുള്ളിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് ഇതിനെ നല്ലപോലെ വളർത്തിയെടുക്കാൻ സാധിക്കും. നല്ല പരിചരണം ആവശ്യമുള്ള ഈ ചെടിയുടെ ചോട്ടിൽ നിന്ന് കിളുത്തു വരുന്ന ചെറിയ തൈകളാണ് നമ്മൾ പുതിയ ചെടിയായിട്ട് വളർത്തിയെടുക്കേണ്ടത്. അടുത്തത് നമ്മുടെ നാട്ടിലും വിദേശത്തുമെല്ലാം ആളുകൾ വീടുകളുടെ ഉള്ളിൽ വെച്ച് വളർത്തുന്ന മറ്റൊരു ചെടിയാണ്. അതിൻ്റെ പേര് നല്ല രസമാണ് കേട്ടോ. മദർ ഇൻ ലോസ് ടങ്ക്, അതായത് അമ്മായിയമ്മയുടെ നാക്ക്. വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെയുള്ള ഒരിനം ചെടിയാണിത്. ഇതിന് ചെറിയ രീതിയിലെങ്കിലും സൂര്യപ്രകാശം ആവശ്യമുണ്ട്. അതുകൊണ്ട് വീടിനുള്ളിൽ വളർത്തുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം ഇതിനെ വളർത്തിയെടുക്കാൻ. ഇതിൻ്റെ ചുവട്ടിൽ നിന്നും കിളുത്തു വരുന്ന ചെറിയ തൈകളാണ് നമ്മൾ പുതിയ ചെടിയായിട്ട് വളർത്തിയെടുക്കേണ്ടത്. ഇത്രയുമാണ് എൻ്റെ കയ്യിലുള്ള സക്കുലൻ പ്ലാന്റ്സ്. ഏതാണ്ട് 20-ലധികം ഇനങ്ങളുണ്ട്. നമുക്ക് ഇവയെല്ലാം ഒന്നുകൂടെ കണ്ടാലോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇതുപോലെ പുതുമയുള്ളതും ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.